എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ശബ്ദം ക്ഷമിക്കുക കേട്ടോ, കാരണം ഫുള്ള് ബ്ലോക്ക്ഡാണ്. തല, ചെവി, തൊണ്ട എല്ലാം ബ്ലോക്ക്ഡാണ്. നല്ല പനിയുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുവിധം മാറി വരുന്നുണ്ട്. ശബ്ദം ശരിയായിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇന്നലെ ഒരുപാട് പേരുടെ മെസ്സേജ് ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. വിഷമം തോന്നി, വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് കാർഡ്സ് മാത്രം എടുത്തിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കറണ്ട് എനർജി നോക്കിത്തരാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വോളിയം ഒന്ന് കൂട്ടി വെച്ചിട്ട് കേൾക്കുക കേട്ടോ. ക്ഷമിക്കുക. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എക്സാക്റ്റായിട്ട് ഉള്ള എനർജി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും അത് ന്യൂട്രലായി മാത്രം കാണുക കേട്ടോ. ഒരുപാട് സന്തോഷിക്കുകയും വേണ്ട, ഒരുപാട് സങ്കടപ്പെടുകയും വേണ്ട, ആ രീതിയിൽ എടുക്കുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. 2 ഡെക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഡെക്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം, മറ്റേ ഡെക്കിൽ നിങ്ങളുടെ എനർജി നോക്കാം, എന്നിട്ട് കമ്പയർ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഡെക്ക് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇനി എന്താണെന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അവർക്ക് വേണ്ടിയിട്ട്? കറണ്ട് എനർജി ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദാറ്റ്. കറണ്ട് എനർജി ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദാറ്റ്. ഒരേ ഒരു ഷഫിള് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അജിറ്റേറ്റഡ് ഒന്നുമല്ല. ഓക്കെ, എടുക്കട്ടെ. ഹോ, ലവേഴ്സ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. നൈറ്റ് ഓഫ് വോൺസ്. ഇന്നലെ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ, ഇന്നത്തെ തുടക്കം തന്നെ വളരെ അടുത്തതോ. ഏസ് ഓഫ് കപ്സ്. ഇന്നലെ വീഡിയോ ഇടാത്തത് നന്നായി. ഡിവൈന് തന്നെ തോന്നി ഇന്നലെ വീഡിയോ ഇടാതെ വ്യൂവേഴ്സിനെ സങ്കടപ്പെടുത്തിയതിന് ഇന്ന് നല്ലൊരു റീഡിങ് കൊടുത്തേക്കാന്നല്ലേ. ഡെവിൾ, ഫൂൾ, മജീഷ്യൻ. അമ്പോ, ഇന്ന് എന്ത് പറ്റി നിങ്ങളുടെ പേഴ്സണ്? ഹെയറോഫൻസ്. എനിക്ക് വയ്യ. പേജ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് wands, മെസ്സേജ്, കോൾ, ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 4 ഓഫ് പെൻഡക്കിൾസ്. എക്സലൻറ്റ് എനർജി. നിങ്ങളുടെ എനർജി നോക്കാം. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിൽക്കണ്ട കേട്ടോ. അവർ പോസിറ്റീവിൽ വരണ്ട, അവർ പോസിറ്റീവിൽ വരണ്ട, നിങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ് അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ് അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അത് നിങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. എംപ്രസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ദ ഫൂൾ, ഏസ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, രണ്ടുപേരും തന്നെ പുതിയ തുടക്കത്തിന് തയ്യാറാണെങ്കിൽ പിന്നെന്താ ആലോചിക്കാനാ അല്ലേ? പേജ് ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് wands, ക്വീൻ ഓഫ് wands. ഓക്കെ, ഏസ് ഓഫ് swords, magician, bottom of the deck 10 of cups. Okay, രണ്ടുപേരും ഏകദേശം
ഒരേ എനർജിയിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആദ്യം പറയാം. ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം ഇന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സും ഉണ്ട്, ലവേഴ്സും ഉണ്ട്, അട്രാക്ഷനും ഉണ്ട്. അവർക്ക് എന്താ പറയുക, നിങ്ങൾ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. യുവർ വെരി പേഴ്സണൽ മൂമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട്, പാഷനേറ്റായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഒരുപാട് സ്നേഹം തന്നെയാണ്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കാരണവും ഇല്ലാതെ ഒരാളുടെ അടുത്ത് ഇത്രയും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുമോ, അപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് വെരി പാഷനേറ്റായിട്ട് അവർ ദൂരെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ അറിയാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. ഡെവിൾ വെച്ചിട്ട് ഒരുപാട് ഒബ്സസ്ഡായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണ് അവർക്ക്. അതേപോലെ ഒരു ലവേഴ്സും ഡെവിളും ഒന്നിച്ച് വരുന്ന അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും, വെരി സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷനും ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. വരുന്നിടത്ത് കാണാം, എന്ത് തന്നെ ആയാലും പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണും കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് നോൺ സ്റ്റോപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് ആവട്ടെ, പ്രാർത്ഥനകളാവട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ കേട്ടോ, അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്നവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റിലീജിയസ് ആയിട്ട്, സ്പിരിച്വൽ ആയിട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. 4 പേര് ഒരു അഡ്വൈസൊക്കെ ചോദിച്ച്, ഒരു ഉപദേശമൊക്കെ ചോദിച്ച് ഇവരുടെ അടുത്ത് വരുന്ന ഒരാളായിരിക്കാം. ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളായിരിക്കാം. 4 പേർക്ക് ഇവരെ അറിയാം. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ബോധറേഷൻസ് ഉള്ള ഒരാളുമാണ് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു തടസ്സമായിട്ട് അവിടെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെയാണ് ഫൂളിൻ്റെ എനർജി വരുന്നത്. അങ്ങനെ ഈ ഒരു തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം തരണം ചെയ്തൊരു റിസ്ക് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ തയ്യാറാവുകയാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നല്ലപോലെ തന്നെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, വാട്സാപ്പ് ആവട്ടെ, സ്റ്റാറ്റസ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങളിൽ നിന്ന് മെസ്സേജസ് ഉണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചേഴ്സ് കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. 2 പേജിൻ്റെ കാർഡാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്, പേജ് ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് വാൺസും കേട്ടോ. അങ്ങനെ നിങ്ങളിൽ ചിലർക്കെങ്കിലും, മിക്ക പേർക്കും എന്ന് തന്നെ ഞാൻ പറയും, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവർ വന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലോഷർ അവർ തരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് തീരുമാനമൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ മറ്റ് തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്ത് മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നൊരു തീവ്രമായ ഭയം അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് ചായ്വ് വരുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട്. ഓക്കെ, പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഇവർ നിങ്ങളെ ആരുടെങ്കിലും കൂടെ കാണുകയോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത എന്തെങ്കിലും പിക്ചറോ സ്റ്റാറ്റസോ എന്തെങ്കിലും കണ്ടു കാണണം. അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ എന്തെങ്കിലും പിക്ചറോ നിങ്ങൾ മറ്റാരുടെ അടുത്തെങ്കിലും സംസാരിച്ച കാര്യം നിങ്ങൾ പറയുകയോ
അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവരെ ബോധർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. സമ്മർ കാർഡ്സ് ഡിവൈൻ. എനിക്കിന്ന് ഹാപ്പിയായി. നല്ല എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. കിങ് ഓഫ് വാൻസ് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അവർ എന്ന് തന്നെയാണ് കാണുന്നത്. എങ്ങനത്തെ അട്രാക്ഷനാണ്? സ്നേഹം കലർന്ന് അതേസമയം ബഹുമാനം കലർന്ന് അട്രാക്ഷനോട് കൂടിയ ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് തോന്നുന്നത് കേട്ടോ. 4 ഓഫ് വാൻസ്. ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം ഒക്കെ തരുന്നതിനെ പറ്റി നിങ്ങളുടെ പേഴ്സൺ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്നും കാണുന്നു. 6 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 6 ഓഫ് കപ്സ് നിങ്ങളെ പറ്റി വളരെ നൊസ്റ്റാൾജിക്കായിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എത്ര നല്ല എനർജിയാണെന്ന്. 8 ഓഫ് കപ്സ്. മിസ്സിങ് എനർജി, വളരെയധികം മിസ്സിങ് എനർജി. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾ. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ വളരെ മിസ് ചെയ്ത് അവിടെ, അതുകൊണ്ടാണ് ഇവിടെ നൊസ്റ്റാൾജിക്കായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ വന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം അവർക്ക് വളരെ തീവ്രമായിട്ട് തന്നെയുണ്ട്. ലാസ്റ്റ് കാർഡ്, പേജ് ഓഫ് സോർട്സ്. വീണ്ടും പേജിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നൊക്കെ അവർ വളരെ തീവ്രമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ എനർജിയിൽ നിങ്ങളും വളരെ ഇമോഷണലായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളല്ലെങ്കിലും എപ്പോഴും ഇമോഷണലാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരുപാട് സ്നേഹത്തോടെയും വിരഹം, അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എല്ലാം എനിക്കറിയാം. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫിലെ ഒരു എംപ്രസ് സാന്നിധ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് പകരമായിട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്ക് സാധിക്കില്ല. മറ്റാരെ ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതേസമയം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾ അവർക്ക് കൊടുത്തത്രയും കെയറോ സ്നേഹമോ കരുതലോ ഒന്നും മറ്റാർക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും കൊടുത്തു കാണില്ല. ഓക്കെ, അവരെ ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വളരെ തീവ്രമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫൂള് വെച്ചിട്ട് ഈ പറഞ്ഞ അതേ നിങ്ങളുടെ പേഴ്സൻ്റെ അതേ ഫീലിംഗ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് റിലേഷൻഷിപ്പിൽ എന്ത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അത് തരണം ചെയ്യാൻ, അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്ത് തടസ്സം തന്നെ ആവട്ടെ അതെല്ലാം തരണം ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സണുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്, ഒരു കോളിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലേ? അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അവർക്ക് മെസ്സേജ് അയക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അവരുടെ അടുത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9 ഓഫ് വാൻസ്. ക്ലാരിഫൈ 9 ഓഫ് വാൻസ്. ക്ലാരിഫൈ 9 ഓഫ് വാൻസ്. തടസ്സങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. തടസ്സങ്ങൾ കാരണം അവരെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ദൂരെ ആയിരിക്കണം, മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരെ വല്ലാതെ മിസ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ഓർമ്മകളിൽ തന്നെ മുഴുകി നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് അവിടെ ഇപ്പുറത്ത് കിങ് ഓഫ് വോൺസ് വന്നിരുന്നു, ഇവിടെ ക്വീൻ ഓഫ് വോൺസ് വന്നിരുന്നു. നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം പാർട്ട്നേഴ്സായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ.
നിങ്ങളും അവരെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. ബഹുമാനം കലർന്ന സ്നേഹം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എല്ലാ രീതിയിലും അവരുടെ സംസാരമാകട്ടെ, മുഖമാവട്ടെ, പെരുമാറ്റമാകട്ടെ, എല്ലാം നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് അവിടെയും കാണുന്നത്. നിങ്ങളും അവരെ മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും മാനിഫെസ്റ്റേഷൻസ് ചെയ്ത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, 10 ഓഫ് കപ്സ് വെച്ചിട്ട് ചിലർക്കെങ്കിലും ഒരു ഫാമിലിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്രയും തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. അതായത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറന്നിട്ടല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് ക്ഷമയോടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നും നിങ്ങൾ കരുതുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് പലരുടെയും എന്നും കാണുന്നുണ്ട് അവിടെ കേട്ടോ. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അത്രയും മാത്രം എടുക്കുക കേട്ടോ. ജിമ്മി സമ്മോ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളും അവരുമായി ഒരു ഈക്വൽ ഗിവൻ ടേക്കിൽ എത്തണം എന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഹൈ പ്രീസ്റ്റസ് നാച്ചുറലി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണ് അല്ലേ. ടാരോ റീഡിങ്സ് കാണുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ടാരോ റീഡറെ നിങ്ങൾ സമീപിച്ച് കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നു ഒരു ടാരോ റീഡറെ അടുത്ത് ചോദിക്കണം, ഒരു അഡ്വൈസ് എടുക്കണം, എന്താണ് റിലേഷൻഷിപ്പിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരു അഫിനിറ്റി പോകുമോ, അതായത് അവരുടെ താല്പര്യം ആ തേർഡ് പേഴ്സൻ്റെ മേലേക്ക് ആകുമോ എന്നൊക്കെ കുറേ പേരെങ്കിലും, നിങ്ങളിൽ കുറേ പേരെങ്കിലും വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സോറി. ചിലർ ജോലിയിലാണ്, ജോലിയുടെ ഇടയിൽ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ ഈ റീഡിങ് കാണുന്നുണ്ടായിരിക്കുക. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥ തന്നെയാണ് അവിടെ. ചാരിയറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു ഉറച്ച തീരുമാനവുമാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സണെ പ്രതി ഒരുപാട് 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 സ്നേഹം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതായിട്ടും കാണുന്നു. ദ മൂൺ ഭയങ്കര മിസ്സിങ് എനർജിയിലാണ്. ഇൻസെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തേർഡ് പേഴ്സൺസ് ഉള്ളവർ അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമോ എന്ന് വളരെയധികം ഭയക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് സ്ട്രെസ് എടുക്കുന്നതായിട്ടും കാണുന്നു. പേജ് ഓഫ് ഫോൺസ്. വീണ്ടും ഒരു മെസ്സേജ് കോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കാണണം, സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് നിങ്ങൾ അതിതീവ്രമായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് തോന്നുന്നത് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ്, പേജ് ഓഫ് കപ്സ്. വീണ്ടും വീണ്ടും മെസ്സേജിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓരോ നിമിഷവും 5 മിനിറ്റ് കൂടുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ, അവരെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റിലൊരിക്കൽ നിങ്ങളുടെ പേഴ്സൺ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ നല്ല എനർജി തന്നെയാണ് രണ്ടുപേരുടെയും സൈഡിൽ ഇന്ന് കണ്ടത്. നിങ്ങളുടെ പേഴ്സൻ്റെ എസ്പെഷ്യലി അവരുടെ എനർജി വളരെ മനോഹരമായിട്ട് ടേൺ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം നല്ലതായി വന്ന് എല്ലാവർക്കും ഒരു കോണ്ടാക്റ്റോ മെസ്സേജോ ഒക്കെ വരാനുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരുന്നു അല്ലേ.
നല്ല രീതിയിൽ ആ ഫെസ്റ്റിവൽ സീസൺ നല്ലതായി തന്നെ പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ, പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. മെസ്സേജസ് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സായിട്ട് പോയി കണ്ടോളൂ കേട്ടോ. പേഴ്സണൽ റീഡിങ് ഞാൻ ഇന്നും കൂടി ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. നാളെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. വേറെ വിശേഷമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ വേറെ എന്താണ്, അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.